വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ചയുടെ ദിനമായ ഇന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം. തങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന മാലാഖമാരുടെ അറിയിപ്പ് ശ്രവിച്ച് ശിശുവായ യേശുവിനെ വന്ന് കണ്ട് വണങ്ങി തിരിച്ചു പോകുന്ന ഇടയന്മാരും, ശിശുവിനെ വഹിച്ചുകൊണ്ട് കാണപ്പെടുന്ന പരിശുദ്ധ കന്യകമറിയവും ഔസേപ്പിതാവും ശിശുവായി ജനിച്ച ദൈവവും ആണ് നമ്മുടെ കൺമുൻപിൽ വരിക. ഇവരുടെ ജീവിതങ്ങളിലേക്ക് നാം ധ്യാനപൂർവം നോക്കുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒരേ കാര്യത്തിൻ്റെ തന്നെ രണ്ട് തലങ്ങൾ നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ശിശുവായി പിറന്ന ദൈവകുമാരനെ വന്നു കണ്ട ശേഷം രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ. ദൂതന്മാർ തങ്ങളെ അറിയിച്ച സദ്വാർത്ത 100% സ്വീകരിച്ചുകൊണ്ട് ആട്ടിടയന്മാർ വിശ്വസിച്ച് സ്വീകരിച്ച് ആ ശിശുവിനെ വന്ന് കണ്ട് ധന്യരാകുന്ന ആട്ടിടയന്മാർ. മാലാഖ അറിയിച്ച ഉടൻ തന്നെ നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസപൂർവം ആ വാർത്തയെ സ്വീകരിക്കുന്ന ഇടയന്മാർ. മാലാഖ വന്ന് പറഞ്ഞ കാര്യം കർത്താവ് അറിയിച്ച വാർത്ത പോലെ സ്വീകരിക്കുകയും ശിശുവിനെ കാണാൻ അവർ ഉടൻ തന്നെ പുറപ്പെടുകയും ചെയ്യുകയാണ്. അവർ അതിവേഗം പോയി, ചിന്തിച്ച് നിൽക്കാതെ, പോകണമോ വേണ്ടയോ എന്നാലോചിക്കാതെ, സംശയം തോന്നി നിൽക്കാതെ അതിവേഗം ഉടനെ വിശ്വസിച്ചുകൊണ്ട് അവർ പോവുകയാണ്. മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും അവർ പോയി കണ്ടു. മാലാഖ അറിയിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് കണ്ട് അവർ വിശ്വസിച്ച് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ്. തങ്ങൾ കണ്ട കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്ന ഇടയന്മാർ. ശിശുവിനെ കണ്ട് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ കണ്ടു, വിശ്വസിച്ചു, ഓടിപ്പോയി മറ്റുള്ളവരെല്ലാം അറിയിക്കുകയാണ്. അത് കേട്ടവരെല്ലാം ഇടയന്മാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന മറ്റുള്ളവർ. അപ്പോൾ ശിശുവായ യേശുവിനെ വന്ന് കണ്ട് വിശ്വാസപൂർവ്വം അവനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഇടയന്മാർ. നിഷ്കളങ്കമായ വിശ്വാസമുള്ളവർ, ശിശുക്കളെ പോലെ വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയത്തിന് ഇതിനോടൊക്കെയുള്ള പ്രതികരണം വേറെ ഒന്നാണ്. മറിയം എല്ലാം സ്വന്തം ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ഗാഢമായി ചിന്തിക്കുന്നു. അത്ഭുതപ്പെടുകയോ സംസാരിക്കുകയോ മറ്റുള്ളവരോടെല്ലാം വിളിച്ചു പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ശാന്തമായും സ്വസ്ഥമായും തൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ, വിശ്വസിക്കാനാകാത്ത, വിശ്വാസത്തിനതീതമായ അത്ഭുതകരമായ കാര്യങ്ങൾ, ദൈവം ചെയ്യുന്ന വിശിഷ്ട കാര്യങ്ങൾ എല്ലാം മറിയം മനസ്സിലാക്കുകയും ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ഗാഢമായി ചിന്തിക്കുകയും ചെയ്യുന്നു. മാതാവിൻ്റെ പുകഴ്ചയുടെ ഈ നാൾ ദിവസം നമുക്ക് മാതാവിൻ്റെ ഈ ഒരു സ്വഭാവത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവം ചെയ്യുന്ന വിസ്മയനീയമായ കാര്യങ്ങൾ ഹൃദയത്തിൽ ഗാഢമായി ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ. കേട്ട ഉടൻ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരെയും യേശുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി, മാതാവ് നിശബ്ദമായി ധ്യാനിക്കുന്ന ഒരു രീതി. നമുക്ക് മാതാവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ധ്യാനിക്കുവാൻ പഠിക്കാം. കേൾക്കുന്നതും കാണുന്നതും വിശ്വസിക്കുവാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും ഗാഢമായി സ്വീകരിച്ച് ധ്യാനിക്കുന്ന ഒരു ജീവിത രീതി നമുക്കും സ്വന്തമാക്കാം. വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഗാഢമായി ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കൂടുതലായി ചെല്ലുവാൻ സാധിക്കുക. കൂടുതൽ പുതിയ തലങ്ങൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക. ഗാഢമായ ധ്യാനത്തിലൂടെ
പുതിയ പുതിയ തലങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്കും വിശ്വാസ രഹസ്യങ്ങളിലേക്കും ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ഗാഠമായി കൂടുതൽ ധ്യാനിച്ചറിഞ്ഞ് മറ്റുള്ളവരെ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്കും ദൈവിക രഹസ്യങ്ങളിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്ക് സ്വന്തമാക്കാം.